ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതുവത്സരാശംസകൾ. റീസെന്റ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നൊരു വാഹനമാണ് വെന്യുവിന്റെ HX2 ബേസ് ഡീസൽ വേരിയന്റ് റിവ്യൂ ചെയ്യാനായിട്ട്. ഇത് വെന്യുവിന്റെ HX2 ഡീസൽ വേരിയന്റ് ആണ്. ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഈ HX2 വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്, എന്തുകൊണ്ട് വെന്യുവിന്റെ HX2 ഡീസൽ ബേസ് വേരിയന്റ് എടുക്കണം, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. റീസെന്റ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നൊരു വാഹനമാണ് വെന്യുവിന്റെ HX2 ബേസ് വേരിയന്റ്. കാരണം 11 ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന്റെ ബഡ്ജറ്റ് വരുന്നത്. ഇപ്പോൾ എക്സ്റ്റീരിയർ നോക്കിക്കഴിഞ്ഞാലും കുറച്ച് ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മിഡ് വേരിയന്റ് ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ് എന്നുള്ള രീതിയിൽ വെന്യുവിന്റെ HX2 ബ്ലാക്ക് കളർ ബേസ് വേരിയന്റിനെ നമുക്ക് വിളിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് ഡീസൽ വേരിയന്റ് ആണ്. കാരണം 11.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി ഡീസൽ കാർന്ന് നമുക്ക് ഈ വെന്യുവിന്റെ HX2 വേരിയന്റിനെ വിളിക്കാം. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വെന്യുവിന്റെ ഈ ഒരു ബേസ് വേരിയന്റ് തൊട്ട് HX5 വേരിയന്റ് വരെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. മറ്റു വേരിയന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലൊരു മിസ്സിംഗ് വരുന്നത് ഇതിന്റെ റൂഫ് റെയിൽസ് മാത്രമാണ്. ഫ്രണ്ടിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ ഒരു റൂഫ് റെയിൽസും കൂടി ഉണ്ടെങ്കിൽ ഏകദേശം ടോപ്പ് എൻഡിന്റെ ലുക്കാണ് ഈ വാഹനത്തിന് തരുന്നത്. അപ്പോൾ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു എൽ ഷേപ്പിലുള്ള ഒരു DRL ഈ വേരിയന്റിലും കൊടുത്തിട്ടുണ്ട്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് അത് ഹാലജൻ ആണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെയാണ് വരുന്നത്. നമ്മൾ എക്സ്റ്ററിലൊക്കെ കണ്ട രീതിയിലാണ് അതിൻ്റെ ഇന്റീരിയറിലെ ഡിസൈൻ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. വേറെ ഫോഗ് ലൈറ്റോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. 195 mm ആണ് ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിലെ ഒരു സ്കിഡ് പ്ലേറ്റ് എല്ലാ വേരിയന്റുകളിലും കോമൺ ആയിട്ട് സിൽവർ ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ ഗ്രില്ലും നമുക്ക് ഇതിനകത്ത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു DRL നമുക്ക് ടോപ്പ് എൻഡ് വേരിയന്റിലാണ് ഫംഗ്ഷൻ ചെയ്യുക. ഇതിനകത്ത് റിഫ്ലക്ടേഴ്സ് മാത്രമാണ് വരുന്നത്. ടോപ്പിൽ ലോഗോ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് മറ്റ് വേരിയന്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു DRL വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. വശങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് തൊട്ടേ നമ്മുടെ ഡീസൽ വേരിയന്റിലും ടർബോ പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റിലും 16 ഇഞ്ച് വീൽസ് ആണ് വരുന്നത്. 215 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ഹൈപ്പർ സ്റ്റൈൽ വീൽസുകൾ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അലോയ്സിന്റെ ലുക്ക് തരുന്ന ഒരു വീൽ കപ്പ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കുകളുമാണ്. അപ്പോൾ ബേസ് വേരിയന്റ് എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡിന്റെ അലോയ്സ് ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മാത്രം മതി. ടയേഴ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഒരു ബ്ലാക്ക് ക്ലാഡിങ് ചുറ്റുപുറം പോകുന്നത് കാണാം. അത് ഈ വാഹനം ബ്ലാക്ക് ആയതുകൊണ്ട് എടുത്ത് കാണിക്കുന്നില്ല. ഇതിപ്പോൾ ബേസ് വേരിയൻ്റ് ആണെന്ന് വശങ്ങളിൽ നിന്ന് മനസ്സിലാവാനുള്ള റീസൺ നമുക്ക് ഈ ഫെൻഡേഴ്സിൽ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് കാര്യങ്ങൾ നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു ബോഡി കളറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വശങ്ങളിൽ നോക്കുമ്പോൾ മിസ്സിംഗ് ആയിട്ടുള്ളത് റൂഫ് റെയിൽസ് ആണ്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന വരുന്നുണ്ട്. വശങ്ങളിലായിട്ട് നമുക്ക് ഈ ഒരു വെന്യു എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ആണ് ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾക്ക് വേണമെങ്കിൽ ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് നമുക്ക് സൈഡ് പോർഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ അലോയ്സ് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് കാണാൻ ലുക്കുള്ള ഒരു അലോയ് വീൽസ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് വേരിയന്റുകളായിട്ട് ഒറ്റ നോട്ടത്തിൽ വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ ആകെ വരുന്നൊരു ഡിഫറൻസ് ഇതിനകത്ത് ബാക്ക് വൈപ്പർ വരുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് അഡീഷണൽ സ്പോയിലേഴ്സ് ഒന്നും ആഡ് ഓൺ ചെയ്യേണ്ടി വരുന്നില്ല. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വെന്യു എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിരിക്കുന്നത്. അതൊരു ഗ്ലാസ് ഫിനിഷിൻ്റെ അകത്താണ് വരുന്നത്. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഈ വേരിയന്റിൽ വരുന്നില്ല. ടോപ്പ് എൻഡിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ബാക്കിലെ ടെയിൽ ലൈറ്റ് LED ആയിട്ട് വശങ്ങളിൽ കൊടുത്തിരിക്കുന്നു. ഈ 3 ലൈറ്റ്സ് നമുക്കിവിടെ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ബേസ് വേരിയന്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ സിൽവർ ഫിനിഷിൽ റിഫ്ലക്ടേഴ്സ് കാണാം. ആ റിഫ്ലക്ടേഴ്സിലാണ് നമ്മുടെ റിവേഴ്സ് ലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബാക്കിൽ നിന്ന് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് ബേസ് വേരിയന്റിലും വരുന്നത്. ഇതിനകത്ത് പാഴ്സൽ ട്രേ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സ്പെയർ വീല് വരുന്നുണ്ട്. ആ ഒരു ബേസ് വേരിയന്റിലൊക്കെ കൊടുക്കുന്ന 195 65R15 ആണ് സ്പെയർ വീലിൻ്റെ സൈസ് വരുന്നത്. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ബൂട്ടിൽ വരുന്നില്ല. 375 ലിറ്ററിൻ്റെ സ്ക്വയറിഷ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ് വെന്യുവിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് നോക്കാം. ഇൻറ്റീരിയറിലാണെങ്കിലും അത്യാവശ്യം ഒരു വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസിൽ നമുക്ക്
ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റ് ഇന്റീരിയർ ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതെന്താണെങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റു വേരിയന്റുകളിലേക്ക് പോകുമ്പോൾ ഡ്യുവൽ ടോൺ കളറിലൊക്കെ വരുമ്പോൾ ഇത് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഡോർ പാഡ് നമുക്ക് കാണാനായിട്ട് പറ്റും, ഫുൾ ബ്ലാക്ക് ഫിനിഷാണ്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻസ് ഒന്നും ബേസ് വേരിയന്റിൽ കൊടുത്തിട്ടില്ല. അകത്തെ ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷാണ്. സ്പീക്കേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സീറ്റ് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഫാബ്രിക് സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിന്റെ ഓപ്ഷൻ കാണാം. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. AC വെന്റ്സിന് ചുറ്റും മാത്രമാണ് നമുക്കൊരു സിൽവർ ഫിനിഷ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി എൻ്റെ അഭിപ്രായത്തിൽ വെന്യൂവിലെ ഏറ്റവും ബെസ്റ്റ് ഇന്റീരിയർ വരുന്നത് ഈ ബേസ് വേരിയന്റിലാണ്. കാര്യം ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ നമുക്ക് ഇന്റീരിയർ ലഭിക്കും. മറ്റ് വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ കളർ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ ഒക്കെയാണ് വരുന്നത്. ഒരു ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു ബേസ് വേരിയന്റിന്റെ ഇന്റീരിയർ തന്നെയാണ്. ഇനി കീ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 ഫ്ലിപ്പ് കീസ് ആണ് ബേസ് വേരിയന്റിൽ വരുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിയറിംഗ് വീലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ വേരിയന്റുകളും സിമിലർ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫ്ലാറ്റ് ബോട്ടം ഒരു ഫ്ലാറ്റ് ബോട്ടം എന്ന് പറയാം. ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇടതുവശത്തായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വലതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസുമാണ് കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് മ്യൂസിക് കൺട്രോൾസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇടതുവശത്തായിട്ട് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്തിൽ ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ, RPM എല്ലാം ഡിജിറ്റൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂല്, ഡിസ്റ്റൻസ് ടു MT, പിന്നെ നമുക്ക് TPMSന്റെ ഫീച്ചർ ബേസ് വേരിയന്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മുടെ സ്റ്റിയറിംഗ് വീലിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് അതിൽ നിന്ന് അറിയാനായിട്ട് പറ്റും. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10.25 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സ്ക്രീനാണ്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് കാര്യങ്ങളുള്ള സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ വരുന്നില്ല, പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലാണ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റുക. റിവേഴ്സ് ക്യാമറ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് HS6 വേരിയന്റ് വരെയൊക്കെ സിമിലർ സ്ക്രീൻ കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 4 സ്പീക്കർ, ട്യൂട്ടേഴ്സ് ഒന്നും തന്നെ ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബേസ് വേരിയന്റിൽ തന്നെ ആ കർവ്ഡ് ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുൾ ഡിസ്പ്ലേ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ആ ഡിസ്പ്ലേ പോലെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തു എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെന്റ്സ് കൊടുത്തിരിക്കുന്നത്. ചുറ്റിയെല്ലാം നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. അതിന് താഴെ നമുക്ക് ഫിസിക്കൽ കൺട്രോളുകൾ കാണാം. അത് നമ്മുടെ മ്യൂസിക് സിസ്റ്റത്തിന്റെ കൺട്രോൾസ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നു. താഴെ മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ AC ഒന്നും ബേസ് വേരിയന്റിൽ വരുന്നില്ല. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു USB അല്ലെങ്കിൽ Type C പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ചാർജിംഗ് പോർട്ടായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ USB കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു ചാർജിംഗ് പോർട്ട് വേറെ കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിന്റെ ചാർജിംഗ് ഓപ്ഷൻസ് ഇവിടെയും നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. 6 സ്പീഡ് മാനുവൽ ഗിയർ ലിവർ ആണ് ബേസ് വേരിയന്റിൽ വരുന്നത്, ഡീസൽ ആയതുകൊണ്ട്. അതിൻ്റെ ടോപ്പിൽ എന്തോ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത് വശങ്ങളിലെല്ലാം ഒരു സിൽവർ ടച്ച് കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ഇവിടെ മറ്റു വേരിയന്റുകളിലൂടെ ക്യാമറയുടെ റിവ്യൂ ബട്ടൺ കാണാം. ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ആ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെന്റർ ആംബ്രസ്റ്റ് കൊടുത്തിട്ടില്ല. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. സീറ്റുകളും ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവേഴ്സുകൾ സൺവൈസേഴ്സ് വരുന്നുണ്ട്. മിറേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs വരുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്തും വരുന്നില്ല. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ വെന്യൂ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും കാണാനായിട്ട് പറ്റും. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെന്റ്സ് ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. 2 Type C ചാർജിംഗ് പോർട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ കാണാം. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. സെന്റർ ആംറെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. സെന്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടില്ല. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ കാണാം. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ഒരു 6-7 സെന്റിമീറ്റർ ഹെഡ് റൂം ലെഗ് റൂം തന്നെ നമുക്കിവിടെ ബാലൻസ് കാണാം. നീ റൂം തന്നെ നമുക്ക് ബാലൻസ് കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്.
3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. പഴയ വെന്യൂകളിൽ പലരും കൺസേൺ ആയിരുന്നു ബാക്കിലെ ഒരു സ്പേസ്. പക്ഷെ പുതിയ വെന്യൂയിലേക്ക് വന്നപ്പോൾ സ്പേസിൽ യാതൊരു കൺസേൺസും വരുന്നില്ല. ബാക്കിലേക്കും റീഡിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. സ്പ്രിങ്ങിലുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡീസൽ SUV അല്ലെങ്കിൽ ഡീസൽ കോമ്പാക്ട് SUV എന്ന് നമുക്ക് വെന്യൂവിനെ വിളിക്കാം. ഈ ഒരു ബഡ്ജറ്റിന് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ പുതിയ വെന്യൂവിൽ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. പുതിയ വെന്യൂവിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 4-star റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. ബേസ് വേരിയന്റോടെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, CBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റോടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഡാസ് ലെവൽ 2 ഉള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനം 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസൽ വേരിയന്റ് ആണ്. CRDI ഡീസലാണ്. നമ്മുടെ ക്രെറ്റയിലും അൽക്കസാറിലും ഒക്കെ കണ്ടുവന്നിരുന്ന സെയിം ഡീസൽ എഞ്ചിൻ തന്നെയാണ് നമ്മൾ ഇത്രയും ചെറിയ വെന്യൂയിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വെന്യൂ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ശേഷം നിങ്ങൾ ഡീസൽ എടുക്കുക. നല്ല രസമാണ് ഓടിക്കാൻ. നല്ല പെപ്പി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്, ഡീസൽ എഞ്ചിനാണ് എങ്കിലും ഭാഗത്തേക്ക് പ്രത്യേകിച്ച് നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇപ്പോൾ ടർബോ പെട്രോളിലും ഡീസലിലൊക്കെ അകത്ത് കയറിയെന്ന് വണ്ടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിമിലർ ഫീലാണ് നമുക്ക് ലഭിക്കുക. ഡീസൽ എഞ്ചിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ, രണ്ടാമത്തെ അഡ്വാൻറ്റേജ് മൈലേജ് ആണ്. മാനുവലിന് കമ്പനി ഇപ്പോൾ 20ഒക്കെയാണ് ക്ലെയിം ചെയ്യുന്നത്. BS6ലേക്ക് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കിന് 17ഒക്കെയാണ് ക്ലെയിം ചെയ്യുന്നത്. ഇപ്പോൾ ബേസ് വേരിയന്റിൽ ഡീസലിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് മാനുവലിൽ നല്ല രീതിയിൽ ഓടിക്കുന്ന 22, 23 വരെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത് പുതിയ വെന്യൂവിൽ. സിറ്റിയിൽ ഓടിക്കുമ്പോൾ ഒരു 16, 17 മൈലേജ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൈലേജ് നിങ്ങളൊരു കോമ്പാക്ട് SUVയിൽ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ ബെസ്റ്റ് കാർ നമ്മുടെ വെന്യൂ എന്ന് പറയാം. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ വെന്യൂവിന് ഇപ്പോൾ 2026 വരുമ്പോഴാണെങ്കിലും പ്രത്യേകിച്ച് പ്രൈസ് ചേഞ്ച് ഒന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ന്യൂലി ലോഞ്ച് ചെയ്തൊരു വാഹനമാണ്. ഇപ്പോൾ HX2 1.2 പെട്രോൾ എഞ്ചിനുള്ള വാഹനം നിങ്ങൾ ഓൺ റോഡ് ഇറക്കണമെങ്കിൽ 9,25,000 രൂപ. ടർബോ പെട്രോളും നമുക്ക് ബേസ് വേരിയന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് 10,23,000 രൂപ. അതായത് 1.2ഉം ടർബോയും കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 98,000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ 11,33,000 രൂപ. 11,33,000 രൂപ പെട്രോൾ വേരിയന്റ് ടർബോനേക്കാളും ഏകദേശം 1,10,000 രൂപ കൂടുതലാണ് ഡീസൽ ബേസ് വേരിയന്റിന് വരുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കണമെങ്കിൽ വെന്യൂവിൻ്റെ 11,33,000 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതല്ല നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വേണമെങ്കിൽ HX5 വേരിയന്റിലാണ് ഡീസൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ റീസെൻ്റ്ലി നമ്മളോട് ചോദിച്ച ഏറ്റവും കൂടുതൽ ചോദ്യമാണ് എന്തുകൊണ്ട് വെന്യൂ ഡീസൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോമ്പാക്ട് സൈസിലുള്ള ഒരു വാഹനം നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്, നല്ല പവർഫുൾ ആണ്. അത്യാവശ്യം ഓട്ടമുള്ള ഒരാളാണ് എങ്കിൽ 11 ലക്ഷം രൂപ ബഡ്ജറ്റിൽ മറ്റേത് വാഹനങ്ങൾ നോക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു വാഹനമാണ് വെന്യൂവിൻ്റെ ഡീസൽ. ഇപ്പോൾ ബ്രസൈഡയൊക്കെ ZXi വേരിയൻറ്റ് അല്ല VXi ഓട്ടോമാറ്റിക് അല്ല VXi മാനുവൽ വേരിയന്റിന് 10,80,000 രൂപ അടുത്തൊക്കെ പ്രൈസ് വരുന്നുണ്ട്. ആ ഒരു ബഡ്ജറ്റ് നോക്കുന്നവർക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ വെന്യൂവിൻ്റെ ഈ ഡീസൽ വേരിയന്റ് എടുക്കാം. മറ്റ് ഏത് മാനുഫാക്ചേഴ്സിൻ്റെ ഏത് പെട്രോൾ വാഹനമാണെങ്കിലും ആവറേജ് മൈലേജ് ഒരു 14-15 വരെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ ബ്രസ ആണെങ്കിലും നെക്സോൺ ആണെങ്കിലും ഏത് വാഹനമാണെങ്കിലും ഈവൻ വെന്യൂവിൻ്റെ തന്നെ പെട്രോൾ ആണെങ്കിലും ആ ഒരു മൈലേജ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. മൈലേജ് കൂടുതൽ വേണം, ഡെയിലി യൂസിനൊരു കാർ വേണം, അതൊരു പവർഫുൾ ആയിട്ടുള്ളൊരു വാഹനം വേണമെങ്കിൽ തീർച്ചയായിട്ടും വെന്യൂവിൻ്റെ ഡീസൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. ഈ 2026 നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു വാഹനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഹ്യുണ്ടായി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. മൂവാറ്റുപുഴ പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പറാണ്. ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം.